അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 അതിലെ 35ാമത്തെ പേജിലെ 2.2.5 അടുത്ത അൽ മസ എന്ന ഖസീദയുടെ 5ാമത്തെ സ്റ്റാൻസയാണ്. കവി പറയാണ്: വലഖദ് ദകർതുകി വന്നഹാറു മുവദ്ദിഉൻ والقلب بين مهابة ورجاء. ذكرتك നിന്നെ ഞാൻ ഓർത്തു. നീ എന്ന് പറഞ്ഞാൽ ഖിതാബു ലി ഹബീബത്തിഹി അല്ലതി തറകഹ ഫിൽ ഖാഹിറ. കൈറോയിൽ ഉപേക്ഷിച്ചു പോന്ന തൻ്റെ കാമുകിയാണ്, അവളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മുവദ്ദിഉൻ എന്ന് പറഞ്ഞാൽ റാഹിലുൻ മുഫാരിഖുൻ, യാത്ര പോകുന്നവൻ, യാത്ര ചോദിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. മഹാബ എന്ന് പറഞ്ഞാൽ ഖൗഫുൻ മുംതസിജുൻ ബിഹ്തിറാം, കുറച്ച് ആദരവൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭയം, അതിനാണ് മഹാബ, ഗാംഭീര്യത്തോടെയുള്ള ഭയം. റജാ എന്ന് പറഞ്ഞ അമൽ, പ്രതീക്ഷ. കവി പറയാണ്: വലഖദ് ദകർതുകി, നിന്നെ ഞാൻ ഓർത്തു. ആ സമയമാകട്ടെ വന്നഹാറു മുവദ്ദിഉൻ, ഈ പ്രഭാതം, ഈ പകൽ സമയം യാത്ര ചോദിക്കുന്നവനാണ്. ആ യാത്ര ചോദിച്ചു പോകുന്ന ഈ സമയം അല്ലേ, അങ്ങനത്തെ അവസ്ഥയിൽ നിന്നെ ഞാൻ ഓർത്തു. അപ്പോഴാവട്ടെ എൻ്റെ ഹൃദയം, വൽ ഖൽബു, ഹൃദയമാകട്ടെ, ബൈന മഹാബത്തിൻ റജാഇൻ, പ്രതീക്ഷകൾക്കിടയിലും ഭയത്തിനിടയിലുമാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയുള്ളത്. കവി പറയാണ്: ഫി മഷ്ഹദിൽ ഉറൂബിൽ മുഅ്ലിം ലിശ്ശാഇർ, കവിയെ വേദനിപ്പിക്കുന്ന ഈ സന്ധ്യാസമയത്തിൻ്റെ ഈ സന്ദർഭത്തിൽ യതദക്കറു മഹ്ബൂബത്തഹു, തൻ്റെ പ്രേയസിയെ കവി ഓർക്കുന്നു. വഖൽബുഹു യൽതരിബു വയൻബദു, ഹൃദയമാകട്ടെ അതിങ്ങനെ അസ്വസ്ഥമാണ്, അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈനൽ ഖൗഫി വറജാഇ, പ്രതീക്ഷക്കും ഭയത്തിനും ഇടയിൽ കിടന്ന്. അതായത് ഖൽബുഹു, കവിയുടെ ഹൃദയം, യതബാദലുഹു അൽ ഖൗഫ, ഭയം കൈമാറുന്നുണ്ട്. ആ ഹൃദയം എന്തിൻ്റെ ഭയമാണ്? മിൻ ഫുഖ്ദിൽ ഹബീബത്തി ഇലൽ അബദ്, എന്നേക്കുമായി തൻ്റെ പ്രേയസിയെ നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു ഭയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹൃദയം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഈ പ്രദോഷത്തോട് അല്ലെങ്കിൽ ഈ വൈകുന്നേര സമയത്തോട് യാത്ര ചോദിച്ച് ഈ പകൽ കടന്നു പോകുമ്പോൾ ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത യാത്ര പോലെ, അതുപോലെ എൻ്റെ ഹൃദയവും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. വറജാഉ ഫി റുഅയതിഹാ മുജദ്ദദൻ, എന്നാൽ പുതുതായിട്ട് കാണാൻ കഴിയുമല്ലോ അല്ലേ, ഇന്ന് വൈകുന്നേരം പോയാലും നാളെ തിരിച്ചു വരുമല്ലോ, അങ്ങനത്തെ ഒരു പുതിയ കണ്ടുമുട്ടലിൻ്റെ സാധ്യതയുണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷയും. അതായത് ഹുബ്ബുഹുമാ, അവരുടെ സ്നേഹം തിരിച്ചു വരും. മൈഷ്റാഖിൻ നഹാരിൽ ജദീദ്, പുതിയ പകൽ തിരിച്ച് ഉദിച്ചു വരുന്ന പോലെ എന്ന്. ഫശാഇറുഹുന, ഇവിടെ കവിൻ്റെ അവസ്ഥ എന്താണ്? ഫി ഹാലത്തി മിനൽ യഅ്സി വൽ അമൽ, ഒരു പ്രതീക്ഷയുടെയും നിരാശയുടെയും മധ്യത്തിലുള്ളൊരവസ്ഥയിലാണ് കവി ഇപ്പോൾ അനുഭവിക്കുന്നത്. കവി തുടരുകയാണ്: വഖവാതിരി തബ്ദു തുജാഹ നവാളിരി കൽമി കദാമിയത്തി സഹാബി ഇസാഇ. ഖവാതിരി എന്ന് പറഞ്ഞാൽ ഖാതിറ മാ യഖ്തുറു അലൽ ബാലി മിൻ അഫ്കാർ, ചിന്തകളിലുണ്ടായിത്തീരുന്ന, ഹൃദയത്തിലുണ്ടാകുന്ന ഓരോ ചിന്തകൾക്കാണ് ഖാത്തിർ എന്ന് പറയാം. അപ്പോൾ ഖവാത്തിരി, എൻ്റെ ചിന്തകൾ, തെബുദു തദ്ഹുറു, അത് പ്രത്യക്ഷമായി പ്രകടമായി വരികയാണ്. എവിടെ? തുജാഹ നവാദിരി, എൻ്റെ കാഴ്ചകൾക്ക് മുമ്പിൽ. തുജാഹ് എന്ന് പറഞ്ഞാൽ അമാം, നവാദിരി എന്ന ഒയൂനി, എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ, എൻ്റെ കണ്ണുകൾക്കു നേരെ എൻ്റെ ചിന്തകൾ ഇങ്ങനെ വരുന്നു. ആ സമയം കൽമി കദാമിയത്തി സഹാബി ഇസാഇ, അതോടൊപ്പം എന്തുമുണ്ട്? എൻ്റെ കൽമി എന്ന് പറഞ്ഞ ജുർഹി, എൻ്റെ മുറിവുകൾ. ആ മുറിവ് എങ്ങനത്താണ്? കദാമിയത്തി സഹാബി ഇസാഇ, എൻ്റെ മുന്നിലുള്ള രക്തമംഗിലമായ കാർമേഘത്തെ പോലെയാണ്. ദാമിയൻ അൽ മുൽതഖിദും ബിദ്ദമി വൽ മുറാദു ഹുമറത്തു സഹാബ്, രക്തം പുരണ്ട എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരത്തെ സൂര്യാസ്തമയ സമയത്തുള്ള ചുവന്ന ആ മേഘത്തെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ മുന്നിലുള്ള ആ രക്തം പുരണ്ട, രക്തപങ്കിലമായിട്ടുള്ള ആ കാർമേഘം കാണുന്നുണ്ട്. അതുപോലെയാണ് എൻ്റെ മുറിവുകളും. ഇന്ന് എൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് എൻ്റെ ചിന്തകൾ കടന്നു വരുന്നു എന്ന് കവി പറയാണ്. തദഫഖു അഫ്കാറു ഷാഇർ, കവിയുടെ ചിന്തകൾ ഇങ്ങനെ തുളുമ്പി വരികയാണ്. വഖവാതിറുഹു വമാ മനാദിറൈഹിൽ അൽ ഹസീന, തൻ്റെ ദുഃഖിതമായ കണ്ണിൻ്റെ മുന്നിലേക്ക് തൻ്റെ ചിന്തകൾ വരുന്നു. മിസ്ല സഹാബ് അല്ലദി യൻസുഫു ദമ, രക്തമുറ്റി വീഴുന്ന മേഘത്തെ പോലെ. ഫയഖൂലു ഷായിർ, കവി പറയാണ്: ഇന്ന ഖവാതിരി അൽ മുഅ്ദിബ അൽ ഹസീന,
എൻ്റെ ദുഃഖിതമായ വേദനിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന എൻ്റെ ചിന്തകൾ, അൽ ജരീഹ മുറിവ് പറ്റിയ ചിന്തകൾ, തളുഹുറു അമാമ ഐനി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. കസ്സഹാബിൽ അഹ്മർ ചുവന്ന ആ മേഘത്തെ പോലെ. അല്ലതി അറാഹു അമാമി എൻ്റെ മുന്നിൽ ഞാനിത് കാണുന്നുണ്ട്. ലഹദത്തൽ ഖുറൂബ് ആ അസ്തമയ സമയത്ത്. അപ്പോൾ ആ രൂപത്തിലേക്ക് ചിന്ത പുറം ചാടിയ പോലെ കവി അനുഭവിക്കുകയാണ്. പകലിനോട് അവസാനമായി യാത്ര ചോദിക്കുന്ന ആ സൂര്യൻ്റെ അവസ്ഥ അത് കവിയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. കവി തുടരുകയാണ്. വദ്ദംഉ മിൻ ജഫ്നി യസീലു മുശഇശഅൻ ബിസന ശുആഇൽ ഗാരിബിൽ മുതറാഇ. ജഫ്നി എന്ന് പറഞ്ഞാൽ അൽ ഗിതാഉൽ ഐനി മിൻ അഅലാഹ വസ്ഫലിഹ. കണ്ണിൻ്റെ പീലിക്കാണ് പറയുന്നത്, മുകളിലുള്ളതായാലും താഴെയുള്ളതായാലും. ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കൺപോള. വദ്ദംഉ മിൻ ജഫ്നി എൻ്റെ കണ്ണുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ണുനീർ. യസീലു മുശഇശഅൻ അത് കൂടിക്കലർന്നു കൊണ്ട് ഇങ്ങനെ ഒഴുകിപ്പോവാണ്. മുശഇശ എന്ന് പറഞ്ഞാൽ മംസൂജൻ മുഖ്തലിത്തൻ, അത് മിക്സായി കൊണ്ട് കൂടിക്കലർന്നിട്ട്. എന്തുമായാണ് എൻ്റെ കണ്ണുനീർ കൂടിക്കലർന്നിട്ടുള്ളത്? ബിസന ശുആഇൽ ഗാരിബിൽ മുതറാഇ. സനാറ വെളിച്ചം, ലൗ ളിദ്ദുഹു ലലാം, അതിൻ്റെ വിപരീതം ലലാമാണ്. ഷുആഅന ഖുയൂതുൽ ലൗഇ വെളിച്ചത്തിൽ നിന്ന് വരുന്ന നൂലുകൾ, അതായത് നമ്മൾ പ്രകാശകിരണങ്ങൾ എന്ന് പറയുമല്ലോ, അതാണ് ഷുആ. അൽ ഗാരിബന മുൻഹദിറും മഅ ഖുറൂബി ഷംസ് സൂര്യാസ്തമയത്തോടൊപ്പം വീണുകൊണ്ടിരിക്കുന്ന, ഉതിർന്ന് വീഴുന്ന. അൽ മുതറാഇ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മുന്നിൽ കാണുന്ന. അപ്പം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ, ആ കിരണങ്ങളുടെ വെളിച്ചം, ആ കിരണത്തിൽ നിന്നുള്ള വെളിച്ചം എൻ്റെ ഉതിർന്ന് വീഴുന്ന കണ്ണിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണിലേക്ക് കൺതുള്ളികളിൽ അതിങ്ങനെ കൂടിക്കലർന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ഉതിർന്നുകൊണ്ടിരിക്കുകയാണ്. തെൻഹമിറു ദുമൂഉ ഷാഇറിൽ ഹസീൻ, ദുഃഖിതനായ കവിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. മുഖ്തലിതത്തും ബിഅശിഅത്തി ശംസി വഖ്തൽ ഖുറൂബ്, അസ്തമയ സമയത്തുള്ള സൂര്യകിരണങ്ങളുമായി മിക്സ് ചെയ്ത് കൂടിക്കലർന്നുകൊണ്ടാണ് ആ കണ്ണുനീരിറങ്ങുന്നത്. യസീലു, കവി പറയാണ്, എൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു. മുതദഫിഖൻ, അതിങ്ങനെ തുടരെ വീണുകൊണ്ടിരിക്കുകയാണ്. മിൻജഫിനി, എൻ്റെ കൺപീലികൾക്കുള്ളിൽ നിന്ന്, കൺപോളകൾക്കുള്ളിൽ നിന്ന്. മംസൂജൻ ബിഹുമറത്തിൽ ഗാരിബ, ആ കണ്ണുനീര് കയ്യിലെടുത്ത് നോക്കിയാൽ രക്തം പുരണ്ട പോലെ ഇപ്പോൾ കാണാം. ആ സൂര്യൻ്റെ ആ വൈകുന്നേരത്തെ ചെഞ്ചായം പൂശിയ ആ കിരണങ്ങൾ അതിൽ കലർന്നതായിട്ട് കാണാൻ കഴിയും. കവി തുടരുകയാണ്. വൈകുന്നേരത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു. ആ സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തെ അവിടുത്തെ ആകാശത്ത് കാണുന്ന ആ ഒരു വർണ്ണവും അവിടുത്തെ പ്രതിഭാസത്തെയും കവി ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. വശംസു ഫീ ഷഫഖിൻ യസീലു നുദാറുഹു, സൂര്യനിതാ വശംസു, സൂര്യൻ ഫീ ഷഫഖിൻ, അത് ഷഫഖിലായിട്ടുണ്ട്. ഷഫഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചാൽ പിന്നീട് കാണുന്ന ആ ഒരു അരുണശോഭ. ലൗനൽ ഹുമറ ഇൻദൽ ഖുറൂബ്, സൂര്യാസ്തമയ സമയത്തുണ്ടാകുന്ന ചുവന്ന ശോഭക്കാണ് ഷഫഖ് എന്ന് പറയുക. ഐ അഷിഅതു ഹംറ, അത് ചുവന്ന ഒരു കിരണങ്ങളായിരിക്കും. തെലൂനുൽ ഉഫ്ഖ്, ചക്രവാളങ്ങൾ ഇങ്ങനെ നിറം പരത്തും. ഇൻദ ഖുറൂബ്, സൂര്യാസ്തമയത്തിൽ. തസ്തമിറു ബഅദ വഖ്ത മിൻ സഅ, ഏകദേശം ഒരു മണിക്കൂർ വരെ ആ സമയം, കുറച്ച് സമയം വരെ അത് ഉണ്ടാവും. അപ്പോൾ സൂര്യൻ ഷഫഖിലായിട്ടുണ്ട്, അഥവാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കാണുന്നത് അതിനുശേഷം കാണുന്ന ആ അരുണശോഭ മാത്രമാണ്. അതും യസീലു നുദാറുഹു, അതിൻ്റെ സ്വർണ്ണവർണ്ണം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യസീലു നീങ്ങുന്നു. നുദാർ എന്ന് പറഞ്ഞാൽ ദഹബാണ് അതിൻ്റെ അർത്ഥം, സ്വർണ്ണം എന്നാണ് അർത്ഥം നുദാർ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൗനുഹുൽ അസ്ഫർ, സ്വർണ്ണ നിറത്തോടുള്ള നിറം. എവിടേക്ക് നീങ്ങുന്നു? ഫൗഖൽ അമീഖ്, അമീഖിൻ്റെ മുകളിലൂടെ. അൽ അമീഖ് എന്ന് പറഞ്ഞാൽ യാഖൂത്ത്, അത് ചുവന്ന രത്നങ്ങൾക്കാണ് അമീഖ് എന്ന് പറയുക. അപ്പോൾ ചുവന്ന രത്നങ്ങളിലൂടെ തെന്നി നീങ്ങാണ് ആ സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള ആ സ്വർണ്ണ നിറം, സ്വർണ്ണവർണ്ണം. അപ്പോൾ ഇവിടെ രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആകാശത്തിലുള്ള ബാക്കിയുള്ള മേഘങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. രത്നങ്ങൾക്ക് മുകളിലൂടെ നീങ്ങുന്ന പോലെ കവിക്ക് അനുഭവപ്പെടുന്നത്. അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം. അല്ല ദുറൻ സൗദ, അതോടൊപ്പം ആ കറുത്ത ഉച്ചിയിലേക്ക് ഇങ്ങനെ ഇരുട്ടിങ്ങനെ അതിങ്ങനെ വരുന്നുണ്ട്. ആ ഇരുട്ടിലേക്ക് ഇങ്ങനെ അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫിസാഅത്തിൽ ഖുറൂബ്, സൂര്യാസ്തമയ സമയത്ത്. തൻഅകിസു അശിഅത്തു ശംസി ദഹബിയ്യ സഫ്രാ, മഞ്ഞ സ്വർണ്ണ വർണ്ണത്തോട് സൂര്യകിരണങ്ങൾ ഇങ്ങനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും. ലൗനു ഷഫഖിൽ അഹ്മർ, അതോടൊപ്പം തന്നെ ആ ഒരു അരുണശോഭയാവട്ടെ അലാ ഖിമമിൽ ജിബാൽ മുഖത്താത്തി ബിസ്സഹാബിൽ അസ്വദ്, കറുത്ത മേഘങ്ങൾ മൂടിയിട്ടുള്ള മലകളുടെ ഉച്ചികൾക്ക് മുകളിലേക്ക് ആ അരുണശോഭ ഇങ്ങനെ മാറി നിൽക്കും. ആ ചിത്രങ്ങൾ നമ്മൾ വരക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ആ രൂപത്തിലേക്കുള്ള ചിത്രത്തെ
കവി ഇങ്ങനെ വരികൾക്കിടയിലൂടെ അവതരിപ്പിക്കണം. അതേ അവസാനമായി സൂര്യൻ്റെ എല്ലാ അടയാളങ്ങളും പോവാണ്. മറത്ത് ഖിലാല ഗമാമതൈനി തഹദ്ദുറ. ആ സൂര്യനതാ ആ രണ്ടു മേഘങ്ങൾക്കിടയിലൂടെ അങ്ങ് താഴേക്ക് വീഴുന്നു. വതഖത്തറത്ത്, അത് ഉതിർന്നു വീഴുന്നു. കദ്ദംഅത്തിൽ ഹംറ, ചുവന്ന ഒരു കണ്ണുനീരുറ്റി വീഴുന്ന പോലെ വീണിരിക്കുന്നു. ഖിലാൽ എന്ന് പറഞ്ഞാൽ ബൈന, ഗമാമത്തൈന് സഹാബത്തൈന്, സഹാബത്ത് കാർമേഘം. തഹദ്ദുർ എന്ന് പറഞ്ഞാൽ സുഖൂത്തൻ, വീഴ്ച. തഖത്തറത്തിനാൽ അതങ്ങനെ തുള്ളിയായി വീഴുക. സാലത്ത് ഖത്രത്തൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗാബത്തി ഷംസു. വഫിൻ നിഹായ, അങ്ങനെ അവസാനം നറാമൽ നറഷംസ്, സൂര്യൻ്റെ കാഴ്ച നമുക്ക് കാണാം. വഹിയ മുൻഹദിറത്തുൻ നഹ്വൽ മഗീബ്, അത് അസ്തമയത്തിലേക്ക് വീണു. വൽ ഖുറൂബ് തഖ്തഫി ബൈന സഹാബത്തൈനി, ആ രണ്ട് മേഘങ്ങൾക്കുള്ളിലേക്ക് അതിങ്ങനെ മറഞ്ഞുപോയി അസ്തമയത്തോടെ. വഹീനമതുൽ മിൻ ബൈനിഹ തകൂൻ, അപ്പോൾ അവിടെ നമുക്ക് കാണുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും? ആ രണ്ട് മേഘമെന്ന് പറഞ്ഞാൽ കദ്ദംഅത്തിൽ ഹംറാ, ഒരു രണ്ട് കണ്ണുനീർ, ചുവന്ന കണ്ണുനീർ. തസ്ഖുത്ത് മിൻ ബൈനി ജഫനൈനി, ആ ഒരു പിന്നെ സൂര്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ചുവന്ന കണ്ണുനീര് പോലെ. തസ്ഖുത്ത് മിൻ ബൈനി ജഫനൈനി, രണ്ട് ഉള്ളിലൂടെ അതിൻ്റെ ഇടയിലൂടെ വീഴുന്ന കണ്ണുനീര് പോലെയാണ് കവിക്ക് അത് അനുഭവപ്പെട്ടത്. അതെ, കവി അതിനെ ഒരു കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പോലെയാണ് ആ സൂര്യനെ വർണ്ണിച്ചത്. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കവി പറയാണ്, ഫകഅന്ന ആഖിറ ദംഅത്തിൽ ലിൽ കൗൻ, ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെ കണ്ണുനീരായ പോലെ, ഈ പ്രപഞ്ചത്തോട് കൊടുക്കാവുന്ന അത് ഖദ് മുസിജത്ത്, ആ കണ്ണുനീരാവട്ടെ കൂടിക്കലർന്നിട്ടുണ്ട്. ബി ആഖിരി അദ്മുഇ, എൻ്റെ കണ്ണുനീരിൻ്റെ അവസാനത്തെ തുള്ളിയുമായിട്ട്. ലിരിസാഇ, എൻ്റെ ഈ അനുശോചനമർപ്പിക്കുന്ന ഈ വരികളുടെ അവസാനത്തെ, അതിലുള്ള എൻ്റെ കണ്ണുനീരുകളിലെ അവസാനത്തെ കണ്ണുനീരുമായിട്ട് ഈ പ്രപഞ്ചത്തിലെ കണ്ണുനീരുമായി കൂടിക്കലർന്നിരിക്കുന്നു. മുസിജ ഖ്തലത റിസാഇൻ അൽ ബുക്കാ അലയ്യ, കരച്ചിൽ. റിസാഇയൻ, എൻ്റെ കരച്ചിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മേലല്ല എൻ്റെ കരച്ചിലാണ്. യതഖയ്യലു ഷാഇറു, കവി അങ്ങനെ ഭാവനയിൽ കാണാണ്, വിചാരിക്കണം. നദുമുഅഹു, അദ്ദേഹത്തിൻ്റെ കണ്ണുനീര്. ഇഖ്തലതത് ബിതിൽക ദംഅത്തിൽ ഹംറാ ബിമൻലരി ശംസി സാഖിത ഫിൽ ബഹർ, കടലിലേക്ക് ഉതിർന്നു വീഴുന്ന സൂര്യൻ്റെ കാഴ്ചയുടെ സമയത്തുള്ള ആ ചുവന്ന കണ്ണുനീരുമായിട്ട് കൂടിക്കലർന്ന പോലെ. ഫയഖൂലു ഷാഇർ, കവി പറയുകയാണ്. എന്നിട്ട് കവി പറയുന്നു, ഫതഖയ്യൽതു, എനിക്ക് തോന്നുന്നു, അന്നൽ കൗന യദ്രിഫു ആഖിറ ദംഅത്തിൽ ലഹു, പ്രപഞ്ചം അതിൻ്റെ അവസാനത്തെ കണ്ണുനീര് ഉതിർത്ത് വീഴ്ത്തും പോലെ. അതാവട്ടെ വഖദിം തസജത ബി ആഖിരി ദുമുഇ, എൻ്റെ അവസാനത്തെ കണ്ണുനീരുമായി കൂടിക്കലർന്ന പോലെ. ലിയുഷാരിക്കനി ഹുസ്നി വ ആലാമി, പ്രപഞ്ചം പോലും എൻ്റെ വേർപാടിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിൽ പോലെയാണ് കവിക്ക് തോന്നുന്നത്. അങ്ങനെ മസാ എന്ന ഈ കവിതയുടെ അവസാനത്തെ വരിയിലേക്ക് കവി എത്തുമ്പോൾ, വകഅന്നനി ആനസ്തു യൗമി യസാഇല ഫറഅയ്തു ഫിൽ മിർആതി കൈഫ മസാഇ. വകഅന്നനി, എനിക്ക് എന്നെ ആയ പോലെ തന്നെയാണ് തോന്നുന്നത്. എങ്ങനെ? ആനസ്തു, ഞാൻ കാണുന്നു എന്നെ. യൗമിയ, ഇന്നേത് ദിവസം. സാഇല, നീങ്ങിപ്പോകുന്നവനായിട്ട്. ആനസ്തു പറഞ്ഞാൽ അഹ്സസ്തു നഫ്സി മുഅദ്ദിഅൻ, എനിക്ക് എന്നെ തന്നെ യാത്രയാക്കുന്നൊരു ഫീലിങ്. യൗമിയാന ഉംരി, എൻ്റെ ആയുസ്സിനെ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ യാത്രയാക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അതും എങ്ങനെ? സാഇലൻ മുൻതഹിയൻ, എല്ലാം അവസാനിച്ച പോലെ. ഫറഅയ്തു ഫിൽ മിർആതി, അങ്ങനെ ഞാൻ ഈ പ്രപഞ്ചമാകുന്ന കണ്ണാടിയിൽ ഞാൻ കണ്ടു. കൈഫ മസാഇ, എങ്ങനെയായിരിക്കും എൻ്റെ വൈകുന്നേരം എന്നുള്ളതും. അൽ മിർആത്ത് മയറന്നാദുർ ഫീ നഫ്സഹു, നോക്കുന്ന ആൾ സ്വയം കാണുന്ന ആൾ കണ്ണാടി. അൽ മഖ്സൂദ് മൻ റത്തബി വഖ്തൽ ഖുറൂബ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വൈകുന്നേര സമയത്തെ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകളാണ് കവി ഉദ്ദേശിക്കുന്നത്. കൈഫ മസാഇ, എൻ്റെ വൈകുന്നേരം എന്ന് ഉദ്ദേശിക്കുന്നത് കൈഫ നിഹായത്തി, എൻ്റെ അവസാനം എന്നാണ്. ഇഹ്സാസു ഷാഇർ, കവി അനുഭവിക്കുന്നു. ബിൻതിഹായ അജലിഹി, തൻ്റെ ആയുസ്സും അവസാനിച്ചിരിക്കുന്നു. വഖറവ മൗതുഹു, അതേപോലെ എൻ്റെ മരണം അടുത്തിരിക്കുന്നു. ബിൻതിഹാഇ ഹാദൽ മസാ, ഈ വൈകുന്നേരത്തിൻ്റെ സമാപ്തിയോടെ. അല്ലദീ യൻതഹി ബി ഖുറൂബി ഷംസ്, വൈകുന്നേരം അവസാനിക്കുന്ന സൂര്യാസ്തമയത്തോടെയാണല്ലോ. അതാണ് ഫയഖൂലു ഷാഇർ, കവി പറയുന്നു, കഅന്നനി അഹ്സസ്തു, ഞാൻ അനുഭവിക്കുന്ന പോലെ. ഖുർബ നിഹായത്തി, എൻ്റെ മരണത്തിൻ്റെ, എൻ്റെ അവസാനത്തിൻ്റെ അടുപ്പം, ഞാൻ അവസാനത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഫി തിൽക സൂറത്തുൽ ഹസീന, ഈ ദുഃഖം നിറഞ്ഞ ചിത്രങ്ങളിൽ, കാഴ്ചകളിൽ. എങ്ങനത്തെ കാഴ്ച? അറളഹ ഹാദൽ മസാഉ അൽ കഈബ്, ഈ വേദനിക്കുന്ന വൈകുന്നേരം എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച ഈ കാഴ്ചയിൽ എന്ന് പറഞ്ഞിട്ട് കവി എന്ത് ചെയ്യാണ്? കവിത അങ്ങനെ അവസാനിപ്പിക്കണം.
ഇതോടുകൂടെ നസ്സ് ഇവിടെ അവസാനിക്കുന്നു ഇൻഷാ അല്ലാഹ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.